ഇപ്പോ മഹാനായ ഉസ്താദ് ഒരു കവലപ്രസംഗം നടത്തിയെന്നല്ലാതെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഞാൻ ചോദിച്ചത്, നിങ്ങളെ പുസ്തകത്തിൽ സ്ത്രീ ഖുറൂജ് പള്ളിക്ക് പോകാൻ വേണ്ടി പുറത്തു പോകുന്നത്, ആ ഖുറൂജാണ് അവിടെ ഇല്ലത്ത് പറയുന്നത്, കാരണം പറയുന്നത് അതാണ് ഹറാമാവാനുള്ള കാരണം. ഫിത്ന ഭയപ്പെട്ടു, ഫിത്ന ഉണ്ടെങ്കിൽ പോകൽ ഹറാമ്, ഫിത്നിലേക്ക് പോകല് കറാഹത്ത്. ആ ഇല്ലത്ത് തന്നെയല്ലേ ഈ മഹാന്മാരെന്ന് പറയുന്നവരുടെ കബറിലേക്ക് പോകലും അവിടെ ചെന്നൽ തിരി കത്തിക്കാൻ പോകുന്നതിന്റെ ഒക്കെ ഇല്ലത്ത് ഒന്നല്ലേ? അവിടെ ഇഖ്തിലാത്ത് വരുന്നില്ലേ? കൂടിക്കലർന്ന് വരുന്നില്ലേ? അതുപോലെ ഇവിടെ പ്രത്യേക ബസ്സൊന്നും തയ്യാറാക്കിയിട്ടില്ലല്ലോ അതിന് പോണത് ഈ KSRTCയിലും അതുപോലുള്ള ബസ്സിലും ഇഖ്തിലാത്തും അതുപോലെ ബൈക്കുമൊക്കെ ഇത് പറഞ്ഞ പോലെ കയറിയിട്ട് തന്നെയാണ്. അപ്പൊ അതിനെന്താണ്? അവിടെ ഒരു ഹറാമില്ല, അവിടെ സുന്നത്താ പുണ്യകർമ്മം. ഇവിടെയോ ആ പെണ്ണ് ആരാധന ചെയ്യാൻ പോകുന്ന അവകാശത്തെ ഇല്ലാതാക്കുക, എന്നിട്ട് അത് ശിർക്ക് കുഫ്ർ അത് ചെയ്യാൻ പാടില്ല. അതിന്റെ വസ്തു ഒന്ന് വ്യക്തമാക്കി തരണം. സുഹൃത്ത്, രോഷമാവേണ്ടതില്ല. സന്തോഷമുള്ള മറുപടി കേൾക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. പിന്നെ ആശയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് വലിച്ചിഴക്കേണ്ടതില്ല. ഞങ്ങൾക്കും പലതും പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആമാശയം മറ്റൊന്ന് പറഞ്ഞ് കളിയാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഇബ്നു തഹയ്യ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അന്ന് ജീവിച്ചിരിക്കുന്ന പിന്നീട് ജീവിച്ച മുഴുവൻ ഉലമാക്കളെയുമാണ് എന്ന് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുന്നത് നന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഖബർ സിയാറത്തിനെയും സ്ത്രീ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോവലിനെയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. ഞങ്ങൾ പറയുന്നു, പെണ്ണ് പള്ളിയിലേക്ക് പോവണമെന്ന് നിർദ്ദേശിച്ച, പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഏതെങ്കിലും ഒരു ആയത്ത്, നേരത്തെ ഉസ്താദ് പറഞ്ഞതാ, അല്ലെങ്കിൽ ആയത്ത് 6666 ആയത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ പുണ്യകർമ്മമാണെന്ന് കുറിക്കുന്നത് കാണിക്കാൻ ഇന്നുവരെ ഒരു മുജാഹിദ് മൗലവിക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല, അങ്ങനെ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ നേതാവ് നേരത്തെ എഴുതി വെക്കുകയും ചെയ്തത്. അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ പുണ്യകർമ്മമാണ് എന്ന ഒരു ആയത്തുമില്ല, ഒരു ഹദീസുമില്ല. മറിച്ച് പെണ്ണ് വീടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യമെന്ന് കൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിസ്കരിക്കാൻ വരേണ്ടുന്ന ആ പുണ്യകർമ്മത്തെ നാം തടയുകയാണ്. ആ ഒന്നാമത് ചോദ്യത്തെ ഞാൻ ഗണിച്ചത് അത് പച്ച തെറ്റാണ്, അത് പൊള്ളാൻ, അത് കള്ളമാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടിയതാണ്. അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിൽ സ്ത്രീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന, പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യകർമ്മം എന്ന് പറയുന്ന ഒരു ആയത്തും ഒരു ഹദീസും ഒരു കിതാബിലും എവിടെയും കാണിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാം. പിന്നെ എന്നാൽ സിയാറത്ത് എങ്ങനെയാണോ? സ്ത്രീകള് നമുക്കറിയാം, ഇങ്ങനെ ഇയാളൊരു കാരണം പറഞ്ഞല്ലോ, ഫിത്ന ഭയപ്പെടാണെങ്കിൽ പോകാൻ പാടില്ല എന്നാണ് ഇതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹജ്ജിന് സ്ത്രീകൾ വരുന്നുണ്ട്. ഹജ്ജിലേക്ക് സ്ത്രീകൾ വരണ്ട എന്നൊരു സുന്നിയും പറയുന്നില്ല. കാരണം എന്തേ? സ്ത്രീക്കും പുരുഷനും ഹജ്ജുണ്ട്. ഇങ്ങനെ ഒന്ന് സ്ത്രീക്കും പുരുഷനും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? സ്ത്രീയും പുരുഷനും പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് പുണ്യകർമ്മമെന്ന് ഏതെങ്കിലും ഒരു ആയത്തിലുണ്ടോ? അതുപോലെ ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമിക്കാൻ വേണ്ടി പോകണം, അത് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ സിയാറത്തിന് നബി തങ്ങൾ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ സിയാറത്തിന് പോകുമ്പോൾ എന്താണ് നബിയെ ഞാൻ ഖബറാളികളോട് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന ദിക്ർ എന്ന സലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങളുടെ ഭാര്യമാർ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്. നബി തങ്ങളുടെ മക്കൾ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്. കുന്തുന ഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ. ആദ്യം നിങ്ങൾ അതിനെ തൊട്ട് വിലക്കിയെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പോവാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരു ഭാര്യ ജമാഅത്തിന് വേണ്ടി, ജുമാഅക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി? എത്രത്തിൽ നബി തങ്ങളുടെ വീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയും എങ്ങനെയാ? നബി തങ്ങളുടെ വീടിന്റെയും പള്ളിയുടെയും ചുമരെന്നായിരുന്നു. ആ ചുമരിലൂടെ അങ്ങോട്ട് കടന്നാൽ മസ്ജിദുൻ നബവിയിൽ എത്താമായിരുന്നു. ഏത് മസ്ജിദുൻ നബവി? ഇവിടെ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ ആയിരക്കണക്കിന് റക്അത്തിന്റെ പുണ്യമുള്ള മസ്ജിദുൻ നബവി. ഏത് മസ്ജിദുൻ നബവി? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്ന പള്ളി.
സഹാബത്തെ കിറാം മഅ്മൂമായി നിസ്കരിക്കുന്ന പള്ളി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്തുകൊണ്ട് പോയില്ല? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്തുകൊണ്ട് സിയാറത്തിന് പോയി? ഇത് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പാടില്ല എന്ന് പറയുന്നു, സിയാറത്തിന് പോകുമ്പോൾ പാടുണ്ട് എന്ന് പറയുന്നു. സിയാറത്തിന് പോകണമെന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പോയിട്ടുണ്ടെന്ന് കിതാബുകൾ ഞങ്ങൾ കാണുന്നു. സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോവൽ സുന്നത്താണെന്ന ഒരു ആയത്തും ഒരു ഹദീസും ഒരു കിതാബിലും എവിടെയുമില്ല. എന്റെ സുഹൃത്ത് മനസ്സിലാക്കുന്നത് നന്ന്.